ആന്ധ്രാപ്രദേശ് അസംബ്ലി ഇലക്ഷൻ കൂടെ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു. ചന്ദ്രബാബു നായിഡു വൻ ഭൂരിപക്ഷത്തോടുകൂടി ആന്ധ്രയിൽ, അതായത് പഴയ ആന്ധ്രാപ്രദേശ് അത് ഡിവിഷനായി, തെലുങ്കാന വേറെ, ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം അധികാരത്തിലേറി. അദ്ദേഹം 4ാമത്തെ പ്രാവശ്യമാണ് ആന്ധ്രയുടെ, അതായത് തെലുങ്ക് ദേശം ഒഴികെ രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 4 പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യം അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ജഗൻ റെഡ്ഡി, അവിടുത്തെ പഴയ മുഖ്യമന്ത്രി, വൈ എസ് ആർ രാജശേഖർ റെഡ്ഡിയുടെ മകൻ, എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും വലിയ തോൽവി കിട്ടിയത്? ജഗൻ റെഡ്ഡി അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്, കേരളത്തിലെ വോട്ടേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ജനങ്ങൾക്കുള്ള വെൽഫെയർ ഇഷ്ടം പോലെ ജഗൻ റെഡ്ഡി വാരിക്കോരി അങ്ങ് കൊടുത്തു. അയാൾ പറയുവാണ്, അയാളുടെ പത്രത്തിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു, പ്രായമുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നു, കർഷകർക്ക് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, എല്ലാം വളരെ സമൃദ്ധിയായിട്ട് കൊടുത്തിട്ടും ജഗൻ റെഡ്ഡി ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങിയത്? ഇതൊരു ശരിക്കും ഇന്ത്യൻ പൊളിറ്റിക്സിൽ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് പുതുതായിട്ട് വന്ന ആന്ധ്രാപ്രദേശ്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ബേസിക്കലി? കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചന്ദ്രബാബു നായിഡു 2 സ്റ്റേറ്റും ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന വൈ.എസ്. രാജശേഖർ റെഡ്ഡി, അതായത് ജഗൻ്റെ പിതാവ്, ഒപ്പോസിഷനായിട്ട് വന്ന ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, അവിടെ കർഷക സമരം ശക്തമായി, കർഷക സൂയിസൈഡ് ശക്തമായി. ആ സമയത്താണ് ഇത് തുടങ്ങുന്നത്. അതായത് നമുക്ക് പറയാം, ആന്ധ്രയിലും മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഫാർമേഴ്സ് സൂയിസൈഡിൻ്റെ. അതിലേറ്റവും കൂടുതൽ ഫാർമേഴ്സ് സൂയിസൈഡ് ഉണ്ടായ ഒരു സ്റ്റേറ്റ് മഹാരാഷ്ട്രയെക്കാളും കൂടുതൽ ആ ഒരു സമയത്ത് ആന്ധ്രയായിരുന്നു. കാരണം ആന്ധ്ര കർഷകർ വെൽ നോണാണ്. അപ്പോൾ ഈ സമയത്ത് വൈ.എസ്. രാജശേഖർ റെഡ്ഡിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണമായിട്ട് പോയിട്ട്. കാരണം അദ്ദേഹമായിട്ട് ഒരു ബന്ധമുണ്ടായി. അപ്പം ഒരു മാരുതി ഒമിനി വാനിലാണ് ഇദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് അന്ന് പോകുന്നത്. കാരണം ഒരു കറകളഞ്ഞ ഡൗൺ ടു എർത്ത്, അതായത് എല്ലാ ജനങ്ങളുമായിട്ടും സാധാരണക്കാരനുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന, താഴേക്കിടയിൽ നിന്നും കയറി വന്ന ഒരു ലീഡറായിരുന്നു ഈ വൈ.എസ്. രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്നയാൾ. കർഷകരെ ഒരുമിപ്പിക്കാനും പ്രവർത്തനം നടത്തുവാനും ചന്ദ്രബാബു നായിഡുവിനെതിരെ വൻ രീതിയിലാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ച്. അങ്ങനെയാണ് ചന്ദ്രബാബു നായിഡു അവിടെ തോൽക്കുന്നത്. പിന്നീട് രാജശേഖർ റെഡ്ഡി വരുന്നു. പിന്നീട് അറിയാം, അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിക്കുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന സംഭവം തന്നെ രാജശേഖർ റെഡ്ഡിയുടെ കയ്യിലായിരുന്നു. സ്റ്റേറ്റ് വിഭജനമുണ്ടാകുന്നു. ജഗൻ റെഡ്ഡി സ്റ്റേറ്റിലാകമാനം പദയാത്രയൊക്കെ നടത്തുന്നു. പിന്നീട് കേസുകളുണ്ടാകുന്നു. അതിനുശേഷം ജഗൻ റെഡ്ഡി ഏകദേശം ഒരു 1.5 വർഷത്തോളം ഹൈദരാബാദിൽ ജയിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളുമായിട്ട്, ഷർമിളയായിട്ട് സംസാരിച്ചിട്ട് ഞാനന്ന് ജഗൻ റെഡ്ഡിയെ പോയി കണ്ടതാണ്. ഒരു 10-20 മിനിറ്റ് അയാളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ സംസാരത്തിൽ പുള്ളി ഭയങ്കര ദൈവിക കാര്യങ്ങളും ബൈബിൾ കാര്യങ്ങളൊക്കെയാണ് എന്നോട് കൂടുതൽ സംസാരിച്ചത്. അതവിടെ നിൽക്കട്ടെ. ജഗൻ റെഡ്ഡിയുടെ സിസ്റ്റർ എന്ന് പറയുന്ന ഷർമിള, അവരുടെ 2ാം കല്യാണമാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെയുള്ളൊരു പാസ്റ്ററെയാണ്, അവിടെ അറിയപ്പെടുന്നൊരു മനുഷ്യനാണ്. അതും കൂടെ കേട്ടിരിക്കുക. അപ്പോൾ ഈ രാജശേഖരയുടെ കുടുംബം മുഴുവനും ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസാണ്. ഇവർ പെൻഡക്കോസ്റ്റ് ക്രിസ്ത്യൻസാണ് ഇവർ ബേസിക്കലി. ശരിക്കും അവിടെ ഉണ്ടായ വലിയ മാസീവായിട്ടുള്ള കൺവേർഷനും ഉണ്ട് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഗോസ്പലിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൺവേർഷനാണ് ഈ ഫാമിലിയിലും ഉണ്ടായേക്കുന്നത്. ഇനി നമ്മൾ കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പം ഞാൻ പണ്ട് ഈ സെക്കൻഡറാബാദ് ഹൈദരാബാദിൽ എൻ്റെ ആദ്യത്തെ ജോലി അവിടെ ആയിരുന്നു, കോളേജ് ഓഫ് എയർ വാർഫെയറിൽ. അപ്പോൾ എനിക്ക് സിറ്റിയെ പറ്റി ഏകദേശം നല്ല ധാരണയുണ്ട്.
അപ്പം ഞാനീ പറയുന്ന 35 വർഷം 40 വർഷം മുമ്പ് ആ സിറ്റിയിൽ ആദ്യം ഞാൻ പോകുന്ന സമയത്തും പിന്നീട് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി അതിനെ ഹൈദരാബാദിനെ സൈബർ പ്രദേശ് ആ രീതിയിലാക്കി മാറ്റിയതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നമുണ്ട്. കാരണം ഈ ബാംഗ്ലൂരിൽ ആ സമയത്ത് എസ്.എൻ. കൃഷ്ണയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി, അപ്പുറത്ത് ഹൈദരാബാദിൽ ചന്ദ്രബാബു നായിഡു, രണ്ടുപേരും കൂടെ ഫൈറ്റായി. അതൊരു ഹെൽത്തി ഫൈറ്റാണ്. ഏറ്റവും കൂടുതൽ IT കമ്പനികളെ കൊണ്ടുവരുന്ന ഫൈറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ സമയത്ത് ഞാൻ ബാംഗ്ലൂരുള്ള ഒരു IT കാരനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ എസ്.എൻ. കൃഷ്ണ വരുന്നതിന് മുമ്പ് ഈ ബാംഗ്ലൂരിലുള്ള സാലറി എന്ന് പറയുന്നത് ഈ 4 ഡിജിറ്റ് സാലറിയാണ്. അതാണ് ഇവിടുത്തെ വലിയ സാലറി എന്ന് പറയുന്നത്. ഈ എസ്.എൻ. കൃഷ്ണ വന്ന ശേഷമാണ് അതിനെ 5 ഡിജിറ്റ് സാലറി ആയിട്ട് സാധാരണക്കാരന് കിട്ടാൻ തുടങ്ങിയത്. അതായത് ലൈഫ് സ്റ്റൈൽ മാറി എസ്.എൻ. കൃഷ്ണ വന്ന ശേഷമാണ്. അതേപോലെ തന്നെ ഹൈദരാബാദിലും ആന്ധ്രയിലും ചന്ദ്രബാബു നായിഡു വന്ന ശേഷമാണ് അവരുടെ ലൈഫ് സ്റ്റൈലും അവിടെ ജോലി ചെയ്യുന്നവരുടെ സാലറി പോലും മാറിയത്. കാരണം IT ബൂം. ബാംഗ്ലൂർ പോലെ തന്നെ ഹൈദരാബാദിൽ IT ബൂം ഉണ്ടായി. അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡു സ്ഥിരമായിട്ട് അമേരിക്കയിൽ പോയി കാലിഫോർണിയയിൽ ഒരു ഓഫീസിട്ട് 50-ഓളം തെലുങ്ക് ആന്ധ്രയിലുള്ളവരെ കൊണ്ടിരുത്തി അവിടെയുള്ള കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് അതിൻ്റെ പുറകിൽ വലിയ മാസീവായിട്ട് ഹെർക്കൂലിയനായിട്ടുള്ള വർക്കും ടാസ്കും എല്ലാം ഉണ്ട്. വെറുതെ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലൊന്നും ഈ പറയുന്ന കമ്പനികളൊന്നും അവിടെ വരുത്തില്ല. അത് ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ്, എസ്.എൻ. കൃഷ്ണ എങ്ങനെയാണ് ചെയ്തത് എന്ന് നേരെ ചൊവ്വെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് IT മിനിസ്ട്രിക്കും മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം പെയിൻ എടുത്തിട്ടാണ് അവരിതൊക്കെ ചെയ്തത്. ഞാൻ ചന്ദ്രബാബുവിലോട്ട് വരികയാണ്. അതായത് ഹൈദരാബാദ് എന്ന് പറയുന്ന സിറ്റിയെ പൂർണ്ണമായിട്ടും മാറ്റിയപ്പോൾ ഒരു വിഭാഗത്തിന് നല്ല സാലറിയും നല്ല ലൈഫ് സ്റ്റൈലും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള കർഷകരുടെ ലൈഫ് സ്റ്റൈൽ മാറിയില്ല. കാരണം ഈ അന്തരം ഭയങ്കര വ്യത്യാസമായി. നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു സംഭവം. കാരണം അവരുടെ കാര്യത്തിൽ കൺസേൺഡ് ആയില്ല. പകരം സിറ്റി ലൈഫിലുള്ളവർക്ക് ഈ ജോലിയെല്ലാം കിട്ടുന്നു, ഫാക്ടറികൾ വരുന്നു, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, ഇവരുടെ ലൈഫ് സ്റ്റൈൽ കൂടി. ഇതിൻ്റെ പേരിലാണ് ചന്ദ്രബാബു നായിഡു എലക്ഷനിൽ ഭയങ്കരമായിട്ട് തോറ്റിട്ട് YSR അധികാരത്തിൽ വരുന്നത്. മനസ്സിലാക്കേണ്ട പോയിന്റ്, ആന്ധ്രാപ്രദേശിനെയും ഹൈദരാബാദിനെയും പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തതിൻ്റെ പിറകിൽ ചന്ദ്രബാബു നായിഡുവാണ്. അത് എല്ലാ ആന്ധ്രാക്കാർക്കും ഇന്ത്യക്കാർക്കും അറിയാവുന്ന പോയിൻ്റാണ്. ഇയാൾക്കെതിരെ, അതായത് ഈ ചന്ദ്രബാബു നായിഡുവിനെതിരെ കള്ളക്കേസുണ്ടാക്കി ജഗൻ പിടിച്ച് ജയിലിനകത്തിട്ടു. അയാൾ കാണിച്ച ഏറ്റവും വലിയ തെറ്റ് കാരണം ജഗൻ എന്ന് പറയുന്ന ധാർഷ്ട്യവും അരഗൻസും ഭയങ്കര ഈഗോയിസ്റ്റിക്കാണ് സ്വന്തം കുടുംബക്കാരോട് പോലും. കാരണം അയാളുടെ പെങ്ങളെയും ഭർത്താവിനെയും പോലും ആന്ധ്രയിൽ നിന്ന് അടിച്ചിറക്കി, ഈ ഷെയർമിളി ആ പാസ്റ്ററേയും. എന്നിട്ട് അവർ തിരിച്ച് തെലങ്കാനയിൽ വന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്രാവശ്യം കടപ്പയിൽ മത്സരിച്ച് തോറ്റുപോയി. പക്ഷേ ഉറപ്പായിട്ട് അവർ രാജ്യസഭ ഇതായിട്ട് കോൺഗ്രസിൻ്റെ ആയിട്ട് കയറി വരും. അപ്പം ഉള്ളവരെ മുഴുവനും വെറുപ്പിച്ച് ബഹളമുണ്ടാക്കി. കാരണം ഇയാൾക്ക് എല്ലാവരും അങ്ങ് പേടിയായി. ഇതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായിട്ട് ആരൊക്കെയാണ് എതിർക്കുന്നത്, അതായത് ലോക്കൽ മുതൽ വലിയ സിറ്റികളിൽ വരെ ഗുണ്ടായിസം അങ്ങ് ഏർപ്പെടുത്തി. ഭയങ്കര ഗുണ്ടായിസമായി. എല്ലായിടത്തും ഈ ജഗൻ്റെ പാർട്ടിക്കാർ, അവിടെ ചന്ദ്രബാബുവിൻ്റെ ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാവരും അതിഭയങ്കരമായിട്ട് ഗുണ്ടായിസം ഉണ്ടാക്കിയെടുത്തു. ഇതിലുണ്ടായൊരു സംഭവമുണ്ട്. വലിയൊരു ഭാഗം ഈ ജഗനെ സപ്പോർട്ട് ചെയ്തിരുന്ന പെന്തക്കോസ്തുകാർ, ഇവാഞ്ചലിക്കലായിട്ടുള്ള ക്രിസ്ത്യൻസുമായിട്ട് പോലും ജഗൻ അടിയായി. കാരണം ജഗൻ്റെ അരഗൻസും ഈഗോയും പ്രശ്നമായി. അവിടെ പല ആൾക്കാരും എന്നോട് ഈ ജഗനെ പറ്റി വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പെന്തക്കോസ്റ്റ് അവിടെ ചർച്ചകളൊക്കെ നടത്തുന്ന പാസ്റ്റേഴ്സ് വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. ഇതാണ് ബേസിക്കലി, അതായത് ചന്ദ്രബാബു നായിഡുവിനെ അകത്തിട്ടതും ഈ ഗുണ്ടായുസവും ജഗൻ്റെ വൃത്തികെട്ട ഭരണവും ദുഷിച്ച ഭരണവുമാണ് പ്രധാനപ്പെട്ട പോയിന്റ് ജഗൻ ഔട്ടാകുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചന്ദ്രബാബു നായിഡുവിനെ അകത്തിട്ടപ്പോൾ ആന്ധ്രാക്കാർക്കറിയാം
ആരാണ് ഹൈദരാബാദിനെ ആന്ധ്ര എന്ന് പറയുന്നതിനെ ഈ ഗ്ലോബലായിട്ട് ഇന്ത്യയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ മാറ്റിയതിൻ്റെ പിന്നിലുള്ളത് ചന്ദ്രബാബു നായിഡുവാണ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ജഗൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡു ക്യാപിറ്റൽ സിറ്റിയായിട്ട് അമരാവതി ഫിക്സ് ചെയ്യുന്നു. അതായത് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് 2015 അവിടെ പോയിട്ട് ഈ അമരാവതി ക്യാപിറ്റൽ സിറ്റിയുടെ ഉദ്ഘാടനം നടത്തുന്നത്. 58,000 കോടി രൂപയുടെ കോൺട്രാക്റ്റ് സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കുന്നത്. അത് കൃഷ്ണ നദിയുടെ ഭാഗത്തായിട്ടാണ്, ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം. ജഗൻ അധികാരത്തിൽ വന്ന ശേഷം 4 ക്യാപിറ്റൽ സിറ്റി വേണമെന്ന് പറയുന്നു. അമരാവതി, വിജയവാഡ, കുണ്ണൂര്, വിശാഖപട്ടണം. ഇത് ഭയങ്കര തർക്കമായി. അതോടുകൂടി ഈ അമരാവതി സ്ഥലമെടുത്തതാണ്, ഗവൺമെൻറ് സ്ഥലം അക്വയർ ചെയ്തതാണ്. അതൊരു പ്രേത നഗരം പോലെ ഇന്നും ആന്ധ്രയ്ക്ക് പ്രോപ്പറായിട്ട് ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ സിറ്റിയിൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് വിജയവാഡയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി ജനങ്ങൾ വീണ്ടും പ്രശ്നത്തിലായി. അതായത് ജഗൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ്. അല്ലാതെ ആ സ്റ്റേറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അവിടെ എംപ്ലോയ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറണം, അതിനെപ്പറ്റി ജഗൻ ബോധയുടെ ആയിരുന്നില്ല. ഏറ്റവും കൂടുതൽ താല്പര്യം കൊടുത്തത് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും എതിർക്കുന്ന രാഷ്ട്രീയക്കാരനെ അടിച്ച് ഒതുക്കുക, പോലീസിനെ ഉപയോഗിക്കുക, ഗുണ്ടകളെ ഉപയോഗിക്കുക. ഇതിനെല്ലാം ജഗന് കിട്ടിയ അടിയാണ് ഈ ഭീകരമായ തോൽവി. ഇതെല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഓണസ്റ്റി ഇല്ലായ്മയും കൊണ്ട് ജഗൻ്റെ വീട്ടുകാർ, സ്വന്തം അയാളുടെ ഫാമിലി മുഴുവനും ശത്രുക്കളായി, റെഡ്ഡി ഗ്രൂപ്പ്സ് ശത്രുക്കളായി, അയാളുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്ന പൊളിറ്റീഷ്യൻസ് ശത്രുക്കളായി, ഒരു കോക്കസ് ഗ്രൂപ്പിനെ ജഗൻ കൊണ്ടു കടന്നു. അവസാനം ഇനി ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം പറയാം. ആന്ധ്ര എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് രൂപരേഖ, അമരാവതി വീണ്ടും ക്യാപിറ്റൽ സിറ്റി ആയിട്ട് വരും. ചന്ദ്രബാബു നായിഡു ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് ഭീഷണിയല്ല, പൂർണ്ണമായിട്ട് അയാൾ സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. കാരണം അയാൾക്ക് ആ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഞാൻ അറിയാൻ സാധിച്ചത്, ബാംഗ്ലൂരിൽ നിന്ന് ഓൾറെഡി ഉണ്ട് ഒരു സൂപ്പർ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ വരെ. അത് അമരാവതിയിൽ വരെ നീട്ടണം, ഒന്നാമത്തെ ഡിമാൻഡാണ്. പിന്നെ ഹൈദരാബാദിൽ നിന്നും അമരാവതിയിലേക്ക് ഒരു സൂപ്പർ നാഷണൽ ഹൈവേ വേണം. അതേപോലെ ഹൈദരാബാദിൽ നിന്ന് അമരാവതിയിലേക്കും ബാംഗ്ലൂരിൽ നിന്നും അമരാവതിയിലേക്കും ബുള്ളറ്റ് ട്രെയിൻ. ഇതൊക്കെയാണ് പുള്ളിയുടെ ഡിമാൻഡ്. ഇതൊക്കെ പ്രധാനമന്ത്രി തത്വത്തിൽ അംഗീകരിച്ച് ഈ സിറ്റി പണിയാനുള്ള പണം കൊടുക്കാമെന്നും പറഞ്ഞു. അതായത് പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടുകൊള്ളണം, അടുത്ത 5 വർഷത്തിനുള്ളിൽ ബാംഗ്ലൂരിനേക്കാൾ ഏറ്റവും വലിയൊരു സിറ്റി ആകാൻ പോകുന്നത് അമരാവതി ആയിരിക്കും.